ഓർമ്മയുണ്ടോ കേശി മുഖം ഷിറ്റ് തുപ്പിൽ തെറിച്ചിട്ടോ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടന. എല്ലാവർക്കും ഒരു തന്ത തന്നെയല്ലേ ഉണ്ടാവും എന്നാരാ പറയുന്നേ? സിനിമ ജീവിതം, ജീവിതം സിനിമ. എവിടെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുകൂടായിരുന്നു? വെറുതെ ഈ അഴുക്കൽ വന്നിട്ട് ഇങ്ങനെ കോമാളയാവണ്ട. ഒരു നല്ല മനുഷ്യനാണ്, എന്താക്കല്. അപ്പഴേ പറഞ്ഞിന്, വിചാരിച്ചത് പോലെ തന്നെ നടന്ന്. എത്ര നല്ല മനുഷ്യന്മാര് വന്ന് വിട്ടു കഴിഞ്ഞാല് ഇതാ അവസ്ഥ. സമയമുണ്ട്, മടങ്ങിപ്പോ. പോയി വല്ല സിറ്റോ മുഖമോ ഡയലോഗോ തന്തക്ക് വിളിയോ ഒക്കെ കാണിക്ക് സിനിമയില്. ഇവിടെ അത് വില പോകൂല എന്ന് മനസ്സിലാക്കണം മോനെ. അപ്പൊ നമുക്ക് കാണാം ചങ്ങായിന്റെ ഒരു ഇത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഗയ്സ്, നാടകം ഇവിടെ തുടങ്ങുകയാണ്. ടിങ് ടിങ് ടിങ്. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്, പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ സാധിക്കില്ല. എന്നാ ഒരു ഡയലോഗാ ഇത്. സിനിമയിൽ പറയുമോ ഇങ്ങനെ? റോക്കി ബൈ പറയും ഇങ്ങനത്തെ ഡയലോഗ്? നമ്മളെ സുരേഷ് അണ്ണൻ പറയും. കണ്ടു പഠിക്കും. CBI വേണം, CBI ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ട്. ഈ തീട്ട കേസ് അന്വേഷിക്കാൻ CBI വേണം. CBI വരും ഇപ്പൊ, കാത്തിരിക്കും ഈ തീട്ട കേസ് അന്വേഷിക്കാൻ. ഒറ്റത്തന്തക്ക് തന്നെ പറയണം. ഒറ്റത്തന്തക്ക് പറഞ്ഞാലേ ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ. നോക്കാം നമുക്ക് ആരോ ഒറ്റത്തന്തക്കും രണ്ടാന്തക്കും പറഞ്ഞു. വേറെ ആംബുലൻസിൽ പോയില്ലെന്ന് പറയുമ്പോഴും ആംബുലൻസ് യാത്രയ്ക്ക് തെളിവായി അന്നത്തെ ദൃശ്യങ്ങളുണ്ട്. നിഖിൽ ഡേവിസ് വിവരം നൽകും. നിഖിൽ, ആംബുലൻസുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കിടയിൽ തന്നെ പ്രസംഗത്തിൽ പല കാര്യങ്ങളാണ് പറയുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്നു, സംസ്ഥാന പ്രസിഡന്റ് മറ്റൊന്ന് പറയുന്നു. ദൃശ്യങ്ങൾ എന്താണ് പറയുന്നത്? അഭിലാഷ്, തൃശൂർ പൂരം ദിവസം അന്ന് രാത്രി മണ്ണുത്തി നെട്ടിശ്ശേരിയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സുരേഷ് ഗോപി. അവിടെ നിന്ന് മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് BJP ജില്ലാ അധ്യക്ഷന്റെ കാറിലാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ ബിനി റെസ്റ്റോറന്റിന്റെ അടുത്ത് വരെ വന്നത്. അയ്യോ, അതിനാണല്ല, അത് വേറെ ആരോ ആണ്. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് சொல்லவில்லையா? அதுதான் ഇത് നാണ്, അത് വേറെ രണ്ടാമത്. ഇനി 5 പേർ ഇருக்கு, അത് എങ്കെയാണ് பார்த்துட்டே இருக்கணும். അത് നാണല്ല, അത് വേ, ഇത് റേ. മാഴക്കാഴ്ചയാണ്, കണ്ണ് വർക്ക് ചെയ്യണില്ല, ഡോക്ടറെ കാണിക്കണം എന്ന് പറയണേ. എന്താലേ അപ്പൊ ഈ കണ്ടതൊക്കെ ഈ ആംബുലൻസിലാണ് താൻ തൃശൂർ പൂരനഗരിയിലേക്ക് എത്തിയതെന്ന് സമ്മതിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറ്റാത്തോണ്ട് തന്നെ പൊക്കിയെടുത്താണ് ഇപ്പുറത്തോണ്ട് വെച്ചത്. അവിടെ നിന്നാണ് ഞാൻ ആംബുലൻസിൽ കയറി. അപ്പൊ ആംബുലൻസിൽ കയറി എന്ന് സമ്മതിച്ചു. ആ മോന്തൊന്ന് നോക്കി, നിങ്ങൾ ശരിക്കും നോക്കിയേ. ചമ്മിനാറിക്കുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മോന്തയില് വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നെല്ലാം പറഞ്ഞു. ഇത് വീണെടുത്ത് കിടന്ന് സർക്കസ് കളിക്കുകയാണ്. ഇവരുടെ ഒരു കുഴപ്പം എന്താ അറിയോ? ഇവർ വിചാരിച്ചു വെച്ചിരിക്കണം എന്താ അറിയോ? നമ്മളൊക്കെ മണ്ടന്മാര്, ഇവരൊക്കെ വലിയ രാജാക്കന്മാര്. കള്ളം പറഞ്ഞ് 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 അത് സത്യമാക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇത്രയും തെളിവും കാര്യങ്ങളെല്ലാം ഉള്ള കാര്യത്തിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മണ്ടന്മാരല്ലേ. അപ്പോ അത് പൊളിഞ്ഞു. അത് പൊളിഞ്ഞപ്പോ പറയാണ്, പാതിക്കുന്ന ആംബുലൻസ് വിളിച്ച് വന്നതാണ്. ഇവർക്ക് ചങ്കൂറ്റമുണ്ടോ CBI വിളിക്കാൻ? ഇവരുടെ രാഷ്ട്രീയം മുഴുവൻ കത്തി നശിച്ചു പോകും. ഇവരുടെ അന്തസ്സെല്ലാം പോകും. സത്യം വെളി പറയണം. CBI കൊണ്ടുവരാൻ നിങ്ങൾ പറ. നേരത്തെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒറ്റത്താന്തൊക്കെ പറഞ്ഞവരാണെങ്കിൽ കണ്ടുപിടിക്കും. കൂടുതൽ പറയണില്ല. സുരേഷ് ഗോപി സിനിമയിൽ ഉപയോഗിച്ച ഡയലോഗുകളാണ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റത്തന്ത പ്രയോഗം ഒക്കെ സിനിമയിലേ പറ്റുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. ചങ്ങായി സിനിമയിലുണ്ടാകുന്ന സമയത്ത് എന്തൊരു പവറായിരുന്നു, എന്തൊരു രസമായിരുന്നു, എത്ര ഇഷ്ടമായിരുന്നു എന്നറിയോ? ആ തെങ്കാശി പട്ടണമൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു, ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ആ സുരേഷ് ഗോപി വന്ന് പെട്ട് വീണ്
എന്താവശ്യം ഉണ്ടായിട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഈ ഷിറ്റും ഈ മോന്തയും കാണിച്ച് തന്തക്ക് വിളിയൊക്കെ വിളിച്ച് സിനിമയിൽ അങ്ങ് അഴിഞ്ഞാടിയാൽ പോരായിരുന്നോ? വെറുതെ ഈ അഴുക്കിൽ വന്ന് പെടണമായിരുന്നോ? ഈ അഴുക്കിൽ വന്ന് പെടുന്നവരൊക്കെ ഇങ്ങനാണ്. എന്താ അറിയില്ല. ഇത് എനിക്ക് മാത്രം തോന്നുന്നതാണോ അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഈ ചങ്ങായി അന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ തന്തക്ക് വിളി തള്ളക്ക് വിളി എന്തൊക്കെയായിരുന്നു തിരിച്ചും ഞാൻ വിളിച്ചിന്. അത് വേറെ കാര്യം. ഇതാണ് നമ്മുടെ പ്രജകളുടെ രാജാവിൻ്റെ അവസ്ഥ. ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടറോ, നിർത്തിവെച്ച് പോവോ, സിനിമ ലൈഫിലോട്ട് പോവോ, തൻ്റെ പാഷനിലോട്ട് പോവോ. ഇതൊന്നും നിങ്ങൾക്കൊന്നും പറ്റിയ പണിയല്ല. തൻ്റെ സിനിമ ഡയലോഗൊന്നും ജീവിതത്തിൽ നടക്കൂല. സിനിമയിലും ജീവിതത്തിലും ഒരുപോലെ ആവാൻ ശ്രമിക്കല്ലേ. ആവാൻ വയ്യും. രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. വേറെ വല്ല പണി കൊടുക്കുക. അതെനിക്ക് പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറി മാത്രം വിളിക്കാതെ നല്ല കമൻറ്റ്സ് ഇടുക, നല്ല അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ ഗൈസ്, ബൈ.